തുടർന്ന് നമ്മളത് മനസ്സിലാക്കും. ശ്രദ്ധിക്കുക, തുടർന്ന് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി. ഇതാണ്, ഈ ഒരു റെഡ് പോയിന്റിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് നമ്പർ 1 ആത്മീയ രാജ്യമാണ് തകർന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മീയമായി ദൈവരാജ്യത്തിലേക്ക് മാറി. സ്റ്റെപ്പ് 2 തകരാൻ പോകുന്നത് ഭൗതിക രാജ്യമായിരിക്കും. സ്തോത്രം. ഈ ലോകത്തിന്റെ അവകാശം നമ്മുടെ കർത്താവിന്റെ കയ്യിലേക്ക് പോരും. ഇത് നടക്കുന്നത് വെളിപ്പാട് പുസ്തകം. ഇതിന്റെ സ്പിരിച്വൽ റിക്വയർമെന്റ് പൂർത്തിയാകുന്നത് വെളിപ്പാട് 11:15. ബൈബിളിലെ ഏറ്റവും കാതലായ വാക്യങ്ങളിൽ ഒന്ന് വായിച്ചു മുന്നോട്ടേക്ക് പോകാം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ബൈബിൾ എല്ലാവരും തുറന്നല്ലോ. ഉള്ളവരൊക്കെ ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തു. വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തു. നമ്മൾ കാത്തിരിക്കുന്ന അതിനു വേണ്ടിയാണ്. കർത്താവ് കാത്തിരിക്കുന്ന അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കണം? കർത്താവ് എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെ ആയിരിക്കണം കർത്താവിനെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കേണ്ടത്. സ്തോത്രം. ഏഴാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. സ്പിരിച്വൽ റിക്വയർമെന്റ് പൂർത്തിയായി. ഇനി ഏത് സമയവും സ്ഥാനമേൽക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോ പ്രൈം മിനിസ്റ്റർ വോട്ടൊക്കെ നേടി ജയിച്ചു. പ്രൈം മിനിസ്റ്റർ ആകാൻ പോവാ പുള്ളി. പക്ഷെ ഇനി ഏത് ദിവസവും ഈ ആഴ്ചയിൽ പുള്ളി സ്ഥാനമേൽക്കും. ഇവിടെ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, അതായത് അവസാനത്തെ കാഹളം, വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്രയുള്ള പുസ്തകമുണ്ട്. തുടർന്ന് 7 കാഹളങ്ങളുണ്ട്. തുടർന്ന് 7 കലശങ്ങളുണ്ട്. ഇതില് 7 കാഹളങ്ങളുടെ അവസാനത്തെ കാഹളം, 7ാമത്തെ കാഹളം, അന്ത്യകാഹളം. ഈ കാഹളം ഊതിയപ്പോൾ ആത്മീയമായ റിക്വയർമെന്റ് പൂർത്തിയായി. തുടർന്ന് കർത്താവ് സ്ഥാനമേൽക്കാൻ പോവുക, ഭരണമേൽക്കാൻ പോവുകയാണ്. അതായത് കുടുംബത്തിലെ തലവൻ തകർന്നു. ദേശത്തിലെ ഇന്ന് ദേശം പിശാചിന്റെ കീഴിൽ കിടക്കുകയാണ്. ദൈവവചനം പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. 1 യോഹന്നാൻ 5:19. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഒന്ന് വായിച്ചാൽ, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ശ്രദ്ധിക്കുക, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. വിശ്വസിക്കാമോ? ഇത് എവിടെ പറഞ്ഞതാ? വചനത്തിൽ പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് വലിയ സംശയങ്ങളൊക്കെ വരാം. കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 28ാം അധ്യായം പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനുശേഷം ലേഖനം പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എന്താണ് അങ്ങനെ? അതിന്റെ കാര്യം നമ്മൾ തുറന്ന് മനസ്സിലാക്കും. കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടമടങ്ങിപ്പോയത്? കർത്താവ് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. പക്ഷേ കർത്താവ് അത് സ്ഥാപിക്കാതെ ഒന്നും മടങ്ങിപ്പോയി. ഫിസിക്കലായിട്ടൊരു ദൈവരാജ്യം
ഈ ഭൂമിയിൽ നാം കാണുന്നില്ല. ആത്മീയമായി നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് മടങ്ങിപ്പോയത്? ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. താൻ മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു, 40 ദിവസത്തോളം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നിട്ട് ഇവിടെ നിന്നില്ല, ആൾ പോയി. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുവാനായിട്ട് നാം പോവുകയാണ്. എന്താ ജനറേറ്റർ ഓൺ ചെയ്ത് വോൾട്ടേജ് കുറവാണെങ്കിൽ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എണ്ണിയ ഹല്ലേലൂയാ നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന സ്റ്റെപ്പ് നമ്പർ 1 ആത്മീയമായി രാജ്യം കർത്താവ് പിടിച്ചെടുത്തു. സ്റ്റെപ്പ് നമ്പർ 2 ഭൗതികമായി പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ് സ്റ്റെപ്പ് നമ്പർ 2. അതേ തുടർന്ന് കർത്താവ് ഭരണം നടത്തുവാനായിട്ട് ഇടയാകും. യെരുശലേം കേന്ദ്രമാക്കി ആദ്യം ഭരണം ആരംഭം തുടങ്ങും. തുടർന്ന് നിത്യതയിലേക്കും 1000 വർഷത്തിന് ശേഷം നിത്യതയിലേക്കും അത് മാറുവാനായിട്ട് ഇടയാകും. ഇതാണ് 1000 വർഷം. തുടർന്ന് നിത്യത ആരംഭിക്കുകയായി. ഇതിന്റെ ഇടയിലുള്ള കാര്യമാണ് സമയം. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളൊന്ന് പൊങ്ങി ഒരു എയറോപ്ലെയിനിൽ പൊങ്ങി നോക്കിയാൽ എങ്ങനെയിരിക്കും, അങ്ങനെ പൊങ്ങി നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് സമയത്തെ മാത്രം നമ്മൾ അടർത്തിയെടുക്കുകയാണ്, നിത്യത അങ്ങ് വിടുകയാണ്. സമയത്തെ മാത്രം അടർത്തിയെടുത്ത് സമയത്തിലാണ് നമ്മുടെ പ്രവർത്തനം നടക്കേണ്ടത്, നിത്യതയിലാണ് നാം ജീവിക്കേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ എന്നെ അനുകരിക്കുക. പുതിയ സൃഷ്ടിയാണ് ദൈവത്തിന്റെ മകൾ. ആ വ്യക്തി ജീവിക്കാൻ പോകുന്നത് നിത്യതയിലെ ജീവിക്കാൻ പോവുക. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു കഴിഞ്ഞു. ആ വ്യക്തിക്ക് ഇനി മരണമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിക്കുന്നത് പ്രവർത്തിക്കുന്നവനാ ഭൂമിയില്. സ്തോത്രം. ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനാ നിത്യതയില്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? സ്തോത്രം. ഇതിനാണ് മരണമുള്ളത്. ബോഡിക്ക്, ഈ ബോഡിക്കേ മരണമുള്ളൂ. പക്ഷെ നമ്മുടെ യഥാർത്ഥ പുതിയ സൃഷ്ടിയായ ആ വ്യക്തിക്ക് മരണം ഇല്ല. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. അപ്പോൾ ആ വ്യക്തി ജീവിക്കുന്നത് നിത്യതയിൽ അല്ല എങ്കിൽ കർത്താവോടുകൂടെ സ്വർഗത്തിൽ അവൻ ജീവിക്കുകയാ, ദൈവരാജ്യത്തിൽ അവൻ ജീവിക്കുകയാ. അവന്റെ ശരീരം കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നത് ഭൂമിയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലും നമ്മുടെ പ്രവർത്തനം ഭൂമിയിലുമായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ ലേഖനം 3:20 പറയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതോടൊപ്പം തന്നെ പറയുകയാണ് നമ്മൾ ഭൂമിയിൽ അംബാസിഡേഴ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ നിന്നുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് നമ്മുടെ പൗരത്വം, മറു സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനം. സ്തോത്രം. ഇതിൽ സമയം മാത്രം എടുത്തപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർന്ന് നമ്മൾ ചെയ്യുവാനുള്ളത് എന്ത്. ഇനി ഈ രണ്ട് ഭാഗം കൂടി നമ്മളങ്ങ് വിടാൻ പോവുക. ഇനി നമ്മളുടെ പാർട്ട് മാത്രം എടുക്കാൻ പോവുക. അതായത് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ദൈവരാജ്യം ഭൂമിയിൽ യഥാസ്ഥാനപ്പെടുകയാണ്. 11:5 വായിച്ചില്ലേ? വെളിപ്പാട് 11:15 വായിച്ചു. ഈ ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അത് ഇതുവരെയും നടന്നിട്ടില്ല. സ്തോത്രം. പിശാചിന്റെ ആത്മീയമായ കിങ്ഡം തകർന്നു, പക്ഷേ ഭൗതികമായ രാജ്യം ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഈ ലോക രാജ്യത്വം ക്രിസ്തുവിനായി തീർന്നിട്ടില്ല. അധികാരം കിട്ടി കർത്താവിന്, ലോകത്തിന്റെ മേൽ അധികാരം കിട്ടി, പക്ഷേ രാജ്യത്വം കിട്ടിയില്ല. നാം ഭാഗത്തേക്ക് കടന്നു വരും. രാജ്യത്വം കിട്ടിയില്ല. കർത്താവ് എന്തിനാ കടന്നു പോയെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുലീനനായ ഒരു മനുഷ്യൻ പോയത് വെറുതെ അല്ല, രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ചാ പോയി. ആരാ കുലീനനായ മനുഷ്യൻ? കർത്താവായ യേശുവാ. മനസ്സിലായോ? അപ്പൊ യേശു എന്തിനാ പോയെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, രാജ്യത്വം പ്രാപിച്ച് അവിടെ നിൽക്കാനല്ല, മടങ്ങി വരാൻ. അതുകൊണ്ടാ പോയപ്പോ പറഞ്ഞു ഞാൻ മടങ്ങി വരുമെന്ന്. മനസ്സിലായോ? സ്തോത്രം. ആ ഉപമയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു സ്പിരിച്വൽ വാറിന്റെ സമയമാണ്, ആത്മീയ യുദ്ധത്തിന്റെ സമയമാണ്. ഇവിടെ കർത്താവിന്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് കർത്താവ് ആരംഭിച്ചു. ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കർത്താവ് ആരംഭിച്ചു. അത് നമ്മളിലൂടെ വേണം പൂർത്തിയാകാൻ. നമ്മൾ ഇന്നലെ പഠിച്ചു ഈ ഭാഗങ്ങളൊക്കെ. എറ്റേണിറ്റി, അപ്പുറം ഇപ്പുറം എറ്റേണിറ്റി, നടുവിലെ സമയം, ഭൂമിയുടെ 7 സ്റ്റേജുകൾ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് അതിൻ്റെതായ DVDs വാങ്ങിക്കാൻ ഓർപ്പിക്കുന്നു. ഈ ഒരു ഭാഗം നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ ഉദ്ദേശം എന്താ വെളിപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനിടയാണ്. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം, അതായത് ദൈവ ഇഷ്ടം ഒരു മിസ്റ്ററിയാണ്. ആ ദൈവ ഇഷ്ടം ഇവിടെ വെളിപ്പെടുത്തുകയാണ്, മർമ്മം വെളിപ്പെടുത്തുകയാണ്. മർമ്മം അവൻ നമ്മോട് അറിയിച്ചു.